ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തു ആസ്മിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. എത്രത്തോളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിനും കൂടി ഒരു തെളിവാണ് ഈ ഒരു ആസ്മി ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നീ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, നീ സ്റ്റാർട്ട് ചെയ്തോ. എന്താ എന്നിട്ട് ഞാൻ തീരുമാനിക്കുക ഏത് ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വലിയ രീതിയിൽ ഞങ്ങൾക്കിടയിൽ പിന്നെ അടി വരാതിരിക്കാനുള്ള അത്രയും ഞാൻ ആലോചിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈസി ആയിരിക്കണം. ഈസി ആയിരിക്കണം. എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യം നിനക്ക് ഇൻസ്പയർ ആയിട്ടുണ്ടോ? ഇൻസ്പയർ ആയിട്ടുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ. ആലോചിക്കട്ടെ, ഒത്തിരി ഉള്ളതുകൊണ്ട് ഏത് പറയട്ടെന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ് തരണേ. ഇപ്പോഴത്തെ കാര്യമല്ല, കുറച്ച് കാലം മുന്നേ ഉള്ള കാര്യമാണ്. എന്നാലും ഞാൻ പറയാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുഖത്ത് കാണൂല, ഒരു ചിരി മാത്രം. എന്നാ ചിരിക്ക് പുറകിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ചിരി കൊണ്ട് നേരിടും. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഈ വക കാര്യങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്നൊരു സംഭവം റിവീൽ ചെയ്യൂല. അത്രയും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് മാത്രമേ അത് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. കാരണം എല്ലാവർക്കും അത് പറ്റൂല. അപ്പം ഞാനും അത് ആക്ച്വലി ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ഇഷ്യൂസ് വന്ന സമയത്ത് നമുക്ക് സപ്പോസ് ചിലപ്പോൾ പറയാൻ ആരുമില്ല, അപ്പൊ നമ്മൾ ഹാപ്പി ആണെന്നുള്ള സംഭവം അങ്ങ് കാണിക്കും. എന്നാ ഹാപ്പി ആയിരിക്കും? ഇല്ല, അല്ല. ഇതാണ് സംഭവം. ഞാനാണല്ലോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പില് നീ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന എന്താണ്? എന്താണ് നിനക്ക് വിലപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്? മെയിനായിട്ട് ലോയൽറ്റിയാണ്. ഞാൻ ഏത് ബോണ്ടിലാണെങ്കിലും എനിക്ക് ഫീൽ ചെയ്യുന്ന അതാണ്. ലോയൽറ്റി ഇല്ലെങ്കിൽ പോയി. ആത്മാർത്ഥത, സമയം, കമ്മ്യൂണിക്കേഷൻ, ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്ഷിപ്പിൽ. അപ്പം ആത്മാർത്ഥത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചെറിയൊരു വിഷയത്തിലാണെങ്കിൽ പോലും നമുക്കിടയിൽ ഞാൻ വാല്യൂ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസാണ്. ഇമോഷൻസ് ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ വാല്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആണ്. നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നമ്മളെക്കാട്ടിൽ ഇളയതൊന്നും മൂത്തൊന്നും ഒന്നുമല്ല. അതെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം. അത് എല്ലാ ബോണ്ടിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, വാല്യൂ ചെയ്യുന്ന എല്ലാ ക്വാളിറ്റീസും അവക്കുണ്ട്. സോ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് അതിൽ. എൻ്റെ പൊള്ളയിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ഏതെങ്കിലും ഒരു മെമ്മറീസ്? ഒരെണ്ണം പറഞ്ഞേ പറഞ്ഞു. കുറെ ഉണ്ടെങ്കിലും മറക്കാൻ പറ്റാത്തത് ഞാൻ പറയും, നിന്നെ പരിചയപ്പെട്ടതെന്ന് തന്നെ പറയും. ഒരു ചാൻസും ഇല്ലാത്ത, ഒരു കമ്പനി ആവാൻ ഒരു ചാൻസും ഇല്ലാത്ത രണ്ടാൾക്കാരാണ് നമ്മൾ. കാരണം ഒരുമിച്ച് പഠിച്ചിട്ടില്ല, ഒരിടത്തും എന്താ പറയാ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഈവെന്റിന് പോയി അങ്ങനെ ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങിയ ഒരിതാണ്. അപ്പോൾ അന്ന് ആ പരിചയപ്പെടുമ്പോൾ തന്നെ നീ അന്നേ ഡൗൺ ആണ്. ഇതിനെ പരിചയപ്പെടുമ്പോഴേ ഡൗൺ ആയിട്ടിരിക്കണം. അപ്പം അപ്പോഴേ എനിക്ക് പൊതുവെ ആരെങ്കിലും എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ കൊണ്ട് അവരെ ഓക്കെ ആക്കാൻ പറ്റുമെങ്കിൽ ആക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ആണ്. അതിൽ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ വന്നായതുകൊണ്ട് അതെനിക്ക് മറക്കാൻ പറ്റൂല. കാരണം നമുക്കിപ്പോൾ സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പഠിക്കാൻ പോയാൽ അവിടെയൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ ഇത് ഞാൻ എന്താ പറയാ, ഒരു സാധ്യത ഇല്ലാത്തടത്ത് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയത് അത് 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. മറക്കാൻ പറ്റാത്ത അനുഭവം. ഞാൻ നിന്റെ ലൈഫിൽ വന്നതിന് ശേഷം നിന്റെ ലൈഫിൽ ഉണ്ടായ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എന്താണ്? എന്തോരം പറഞ്ഞുതരാം. മെയിനായിട്ട് ഒരുപാടൊന്നും വേണ്ട, ഒരുപാടൊന്നുമില്ല, എന്നാലും മെയിനായിട്ടുള്ളൊരു തിങ് പറയാം. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷമ എന്നുള്ള സാധനമില്ല. ഒരു കാര്യത്തിന് ക്ഷമ എന്നുള്ള സാധനമില്ല. ഞാനൊരു തീരുമാനം എടുക്കുന്നതിൽ ക്ഷമയില്ല. ആ ഒരു തീരുമാനം പോലും എൻ്റെ ലൈഫിനെ ഡെസ്ട്രോയ് ചെയ്യുന്ന പോലും ഞാൻ തിങ്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞിടത്ത് വെച്ച് കാണാം, ഞാൻ ഇതാണ് പറയണം. ഇവളെന്ത് ചോദിച്ചാലും പറയാം പറഞ്ഞിടത്ത് വെച്ച് കാണാൻ പറയും. പക്ഷെ ഇവള് പറയും ലൈഫാണ് ചിപ്പു, ലൈഫാണ് എന്ന് പറയും. അപ്പം ഇവള് ഭയങ്കരമായിട്ട് ആലോചിച്ച് ഒരു കാര്യം തീരുമാനം എടുക്കുള്ളൂ. നീ എനിക്ക് തന്നിട്ടുള്ളതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്വാളിറ്റിയാണ്. മെയിനായിട്ടുള്ള എൻ്റെ ഒരു നെഗറ്റീവ്, ഞാൻ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കും, ബാക്കിയുള്ളവരുടെ ഇമോഷൻസ്. അപ്പൊ ഇവൾ എൻ്റെ അടുത്ത് ചോദിക്കും, അപ്പൊ നിന്റെ ഇമോഷൻസ് എവിടെ? നീ നിന്നെ പറ്റി ചിന്തിക്കാത്ത, നിനക്ക് നിന്നെ ഇഷ്ടമല്ലേ? അതിന് ഞാനല്ലേ? അങ്ങനെ ചോദിക്കുക. സത്യം നമ്മൾ കണ്ടുപിടിക്കും കുറേയൊക്കെ നമ്മൾ കൂടെ നടക്കണമൊക്കെ. സോ
അത് കുറേയൊക്കെ ഞാൻ കോപ്പി ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ദെൻ എന്നിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം വെരി ഇൻട്രസ്റ്റിംഗ്. കുറച്ച് പറയാം, ഇഷ്ടമില്ല കുറച്ച് പറയാനാ, ഇല്ല കുറെ ഉണ്ട് പറയാൻ. അപ്പം ഞാൻ ഇഷ്ടമില്ലെങ്കിലും ഓരോരുത്തർ അവരവരുടെ നേച്ചർ ആണല്ലോ എന്ന് കരുതി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കംപ്ലീറ്റ്ലി കുറ്റപ്പെടുത്തുന്നില്ല. എങ്കിലും ഞാൻ പറയാം, ഇപ്പോൾ സപ്പോസ് വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാതെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കും. അത് ഇവളുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഡൗൺ ആണെങ്കിൽ അവൾ കംപ്ലീറ്റ്ലി ഡൗൺ ആവും, എല്ലാ സൈഡിൽ നിന്നും ഓഫ് ആവും. പക്ഷെ ഇപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു കാര്യത്തിൽ ഡൗൺ ആണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഓക്കെ ആവാൻ അടുത്തതിൽ ചാടും, അടുത്തതിൽ എൻഗേജ് ആവും. പക്ഷെ ഇവക്കത് പറ്റൂല എന്ന് വെച്ചാൽ അത്രയ്ക്കും അഫക്റ്റ് ആവുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവള് വറീഡായിട്ട് ഇരിക്കുമ്പം നമ്മൾ വിളിക്കുക അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ആ ഒരു ടൈം, ആ ഒരു എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ എനിക്ക് മിസ് ചെയ്യും ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ അതിനെ പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യാൻ നിൽക്കൂല, കാരണം ഓൾറെഡി ആള് അപ്സെറ്റ് ആണ്. അപ്പം ഇനി എൻ്റെ സൈഡിൽ നിന്നും കൂടെ അത് കേട്ട് ഇതാവണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങ് ഓക്കെ പറയും. അത് ആക്ച്വലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, പിന്നെ ഞാൻ മാനേജ് ചെയ്യും. ഞാൻ അങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ കാണും. അതായത് ഉള്ളിന്ന് പുറത്ത് വരണം. ഉള്ളിൽ നിന്ന് പുറത്ത് വരാത്തെന്ന് തന്നെ ഒന്നാമത്തെ ഞാൻ ആ പ്രശ്നത്തിൽ സ്റ്റക്കായിരിക്കും. എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഉള്ള സമയമൊക്കെ ഞാൻ കളഞ്ഞ് അവളെ ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ എന്റെ പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല. സോ അവളും ഭയങ്കര ഡൗൺ ആണ്, ഞാൻ കാരണം ഡൗൺ ആണ് എന്നുള്ളൊരു റീഗ്രറ്റ് കാണുന്നു. സമയം എടുത്തിട്ടാണെങ്കിൽ ഞാൻ തിരിച്ചു വരും, ഒരിടത്ത് പോകത്തില്ല, ഞാൻ കറങ്ങി തന്നെ വരും. വരുത്തും കുമ്പിടി സോമിയാണ് ഞാൻ ചോദിക്കട്ടാ, നമ്മുടെ ഇടയില് എല്ലാ ഇതില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ ഇടയിലും ഉണ്ടാവും. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അടി വെക്കാത്തോണ്ട് നമ്മള് പറയും നമ്മള് നോർമൽ അല്ല ഏട്ടാ നമ്മള്. കാരണം എന്താണെന്നറിയാമോ, ഞങ്ങള് മുന്നിൽ ഇരുന്നൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അതായത് ഗേൾസ് ആണ് കേട്ടാ, നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവരൊക്കെ മുട്ടനടിയാണ്. ആ സമയത്തൊക്കെ ഞങ്ങൾ സെൽഫി എടുത്തോണ്ടിരിക്കും സൈഡിൽ ഇരുന്ന്. അപ്പൊ ഞാൻ പറയും, എടി നമ്മളെ ബോണ്ടിൽ എന്തോ പ്രത്യേകത ഉണ്ട് ചേട്ടാ, നമുക്ക് അടി വെക്കാൻ കാരണങ്ങളില്ല, നമ്മളൊന്ന് ആലോചിച്ചാൽ പോലും കാരണങ്ങളില്ല. അപ്പൊ ഇവളും പറയും തന്നെടി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ എനിക്കും കിട്ടിയിട്ടില്ല. അഥവാ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലി വല്യ കേസെന്ന് പറഞ്ഞു. ഞാൻ പറയാം അല്ലി വല്യ ഇത് അങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കളയും. അതുകൊണ്ട് പ്രശ്നം അത് ഇവള് എന്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയുന്ന കേസ്, എടി ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് നീ ഇപ്പൊ പറഞ്ഞില്ലേ? അങ്ങനെ വിചാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ. അതെ, അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെങ്ങനെയാണ് നീ മാനേജ് ചെയ്യണം? അഭിപ്രായ വ്യത്യാസവും പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്യും എന്നുള്ള സാധനം ഓക്കെ. പക്ഷെ ആ സമയത്ത് നിന്റെ മെന്റലി നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നിന്നെ കുറിച്ച് ഇവനിങ്ങനെ ചെയ്തു അങ്ങനെയുള്ള സംഭവങ്ങൾ. അങ്ങനെ ഇവിടെയാണ് തെറ്റ് പറ്റിയത്. എന്തെന്നറിയാമോ? അല്ല, ഇവക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് എത്രത്തോളം പോകുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പറയില്ലേ ചില സാധനങ്ങൾ നമ്മൾ വിട്ട് പോകില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെയാണ് നമ്മൾ കളിക്കേണ്ടത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിലും മിസ്സിങ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഒരു ഫോട്ടോ സോങ് ഉണ്ട്, ഞാൻ അതിരുന്ന് കേൾക്കും. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് നമ്മളെ പണ്ട് ആഘോഷിച്ച് കേൾക്കുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് വിരഹ സോങ് കേൾക്കുന്നതൊക്കെ ആയിരിക്കും, ഫോട്ടോ സോങ് ഒക്കെ. അപ്പൊ ഞാൻ ആ പാട്ടിരുന്ന് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കും, അതായത് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഇടുകയാണ്. അപ്പൊ ഞാൻ ഏറ്റവും സെൻഡി ആയിട്ടുള്ള സാധനം പോയി ക്രോമിൽ തപ്പും, അതായത് എലോൺ ഫീലിംഗ് ലോൺലി. അത് ഞാൻ തപ്പി കറക്റ്റ് അത് ഞാൻ കൊണ്ടുവരും. അപ്പൊ ഇവക്ക് മനസ്സിലാവും, അതായത് ഓ അവക്ക് ആരും ഇല്ല എന്നുള്ള കാണിക്കുന്നു. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് നീയും ഇല്ല, അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ അവക്ക് നല്ല തട്ടും, അത് ഞാനില്ല എന്നുള്ള ദേഷ്യം അവക്ക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര ഡൗൺ ആണ്. അപ്പം എനിക്കറിയാം ആ സ്റ്റാറ്റസിന് റിപ്ലൈ വരും, എന്ത് ചിക്കോ നിനക്ക് ഞാനില്ലേ ചോദിക്കും. അതാണ് വഴി. അപ്പോഴെന്ത് പറയും? എനിക്ക് ആരും ഇല്ല, എനിക്ക് ആരും വേണ്ട. ഞാൻ ചോദിക്കും പിന്നെ എന്തിനു ഇതിട്ടത്? അത് ഞാൻ വെറുതെ ഇട്ടത്, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. എന്നിട്ട് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്യും. കാരണം നമുക്ക് മനസ്സിലായല്ലോ, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്.
എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഇവളെന്നെ ശ്രദ്ധിക്കണം, ഇവളെന്നെ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ ചെറുതായിട്ട് സൈക്കോയൊക്കെ തന്നെയാണ്, ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ വലുതായിട്ട്. അപ്പൊ എനിക്കിവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും എന്തെങ്കിലും അവളെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് സിഗ്നൽ എനിക്ക് വേണം. ഞാൻ പോയിട്ടില്ല, പോയിട്ടില്ല, ഇവിടെ ഉണ്ട് മീൻസ്. പക്ഷെ എനിക്ക് ഞാൻ മറ്റേ അൽ സൈക്കോസ് ഒന്നും അല്ല. അതായത് ഇവള് ചിരിച്ചിങ്ങനെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇല്ലെങ്കിൽ ഇവള് ഹാപ്പിയാണ്, അങ്ങനത്തെ അൽ സൈക്കോന്നല്ല ഞാൻ. ചെറിയ എനിക്കെന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പൊ അവക്കൊരു 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവൾ എന്നെ സ്നേഹിച്ചാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. അത് മതിയാ. ചെറിയ രീതിയിലൊരു ടോക്സിറ്റി, വേറൊന്നുമില്ല. അങ്ങനെയൊന്നും പറയരുത് വീഡിയോ. എനിക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ? അതിന് മുന്നേ അതിനോടനുബന്ധിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഉപദേശിച്ച നന്നാവോ? ആഗ്രഹമില്ലെങ്കിൽ അപ്പൊ മെയിനായിട്ട് പറയാനുള്ളത്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, ഈവൻ എന്നെ പോലും. ഞാൻ അത് പറയാൻ കാര്യം, മനുഷ്യരാണ്. അപ്പോൾ ഇപ്പൊ എനിക്കറിയാം നമ്മുടെ ബോണ്ടും കാര്യങ്ങളും എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യത്തിൽ എൻ്റെ കാര്യം പറയുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ കേസ് നമുക്ക് അറിഞ്ഞുകൂടാ. ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇവർ ഈ പറയുമ്പോൾ എടുത്തു ചാട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആരിപ്പോ ചിരിച്ച് കാണിച്ചിപ്പോ ഒരു ഹെൽപ്പ് ചെയ്താല്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ അവരുടെ പുറകിലുള്ള ആ ഒരു എന്താ, ആ നല്ല ഫേസ് മാത്രമേ ഇവള് കാണുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുണ്ടെങ്കിലും അതിന്റെ നെഗറ്റീവും പോസിറ്റീവും നോക്കും. നെഗറ്റീവ് കൂടുതലും നോക്കും, പ്രശ്നം വരാതിരിക്കാം. ഇവള് പോസിറ്റീവ് സൈഡ് മാത്രമേ നോക്കുള്ളൂ. അപ്പൊ അത് കാരണം അതിനപ്പുറം വരുന്ന ഭവിഷ്യത്തുകളെല്ലാം ഇവള് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആരെ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. എന്നിട്ട് ആ പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ തന്നെ അവർ ആ പ്രശ്നത്തെ എന്നെ തന്നെ ഇട്ടിട്ടും പോവും. അതായത് ആ പ്രശ്നം തുടക്കം തൊട്ട് അവസാനം വരെ ഞാനാണ് ചെയ്തത്. നെവർ ട്രസ്റ്റ് വേർഡ്സ്, ഓൺലി ട്രസ്റ്റ് ആക്ഷൻസ്. പ്രവൃത്തിയെ വിശ്വസിക്കണം, വാക്കുകളിലും നോട്ടത്തിലൊന്നും അതിലൊന്നും വിശ്വസിക്കരുത്. അതൊരു വലിയ ഇതാണ് പറയാനുള്ളത്. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങളിൽ അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ഞാൻ പരിചയപ്പെട്ട സമയത്ത് അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കും, ഇത്ര കിടിലാണ്, ഇത്ര ഫ്രണ്ട്സ്. സംഭവം ഇവളുടെ ക്യാരക്ടർ കൊണ്ടാണ് ഇത്രയും ഫ്രണ്ട്സ് ഉള്ളത്. പക്ഷെ അവരുടെ ക്യാരക്ടർ അറിയുമ്പോ എല്ലാത്തിനെയും പറഞ്ഞു വിടും. അപ്പൊ ഇപ്പൊ വളരെ കുറഞ്ഞു വന്നു. കാരണം നമ്മൾ ചിന്തിക്കും നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ്, ഓക്കെ ശരിയാണ്. പക്ഷെ എല്ലാരും ആ ഒരു ആത്മാർത്ഥതയോടെ അല്ല നമ്മൾ നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യം അവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാരെയും വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലരുടെ നമുക്ക് പണിയും കിട്ടും. എന്റെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി തീർന്നു. കാരണം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അതിന് എല്ലാ ആൻസറും കൂടെ അതിനകത്ത് വരും. എന്നാലും ഓക്കെ, എന്റെ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറ. സത്യം പറഞ്ഞ കുറവാണ്, എന്നാലും ഞാൻ പറയാം. കാരണം ഇപ്പോ ഇങ്ങനെ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ, ഇപ്പോ എനിക്ക് ഓൾറെഡി ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ കേട്ടില്ലേ, ഇപ്പൊ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ എല്ലാവരും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് എന്നെ തേച്ചൊട്ടിക്കുന്നത്. എല്ലാവരും നല്ല വൃത്തിക്ക് നല്ല ചിരിച്ചുകൊണ്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ അവരെ മനസ്സിലാക്കും. അതായത് ഞാൻ അതിൽ നിന്ന് മൂണാകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓ ഇവർ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളും. ഞാൻ അപ്പൊ എന്നെ പറ്റി ചിന്തിക്കുകയും എന്നെ ഈ നിസ്സാരങ്ങളൊക്കെ ഞാൻ ഇവളടുത്ത് ഇവിടെ എന്നെ എങ്ങനെയാണ് ഇവർക്ക് പറ്റിക്കാൻ തോന്നി, ഞാൻ ഇവളടുത്ത് ഒന്ന് ചോദിക്കും. അപ്പൊ പറയും, ചിക്കു ഞാനല്ലല്ലോ എന്നിങ്ങനെ ഇവള് പറയും. ഓക്കെ, അപ്പം പറ്റിക്കാൻ നിന്ന് കൊടുക്കും. പറ്റിക്കാൻ നിന്ന് കൊടുക്കും. ഇവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഇവളുടെ അടുത്ത് പറയാനായിട്ട് കാര്യങ്ങളൊന്നും കാണില്ല എൻ്റെ ലൈഫിൽ. ഏറ്റവും ഇഷ്ടം ഞാനൊരു തുമ്മിയാ പോലെ എടി ഇന്നലെ തുമ്മിയായിരുന്നു ഞാൻ പറയും. കാരണം അപ്പൊ ഇവളെ ഞാൻ വിളിക്കുക എങ്ങാനും ചെയ്യുവാണെങ്കിൽ ഇവളുണ്ടല്ലോ എൻ്റെ അടുത്ത് ചോദിക്കും, ചിക്കു നീ ഓക്കെ ആണോ? ഞാൻ ഈ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും ഇവിടെ വിളിക്കുന്നത്. അപ്പൊ ഞാനുണ്ടല്ലോ എന്റെ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഏറ്റവും ഇഷ്ടം. അപ്പൊ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇവളെ കെയർ ചെയ്യുന്ന പക്ഷെ ഉണ്ടല്ലോ എനിക്കപ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ തിങ്ക് ചെയ്യാൻ തുടങ്ങും. കാരണം ഞാൻ ഭയങ്കര ഓവർ തിങ്കറാണ്. ദെൻ അതുപോലെ ഇവൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പോഴങ്ങനെയില്ല. അതായത് എടി നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ? അപ്പൊ എൻ്റെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് അത് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, പക്ഷേ ഇവളെന്നെ വിശ്വാസമില്ല ഇവക്ക് എന്നാ, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം. പക്ഷെ എനിക്കുണ്ടല്ലോ അങ്ങ് വരണ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ട് എന്നെ വിശ്വാസമില്ലേ എന്നുള്ള മട്ട് എനിക്ക് വരും. സോ ആ ഒരു കാര്യം മാത്രമാണ് മെയിൻ ആയിട്ട്. പിന്നെ അങ്ങനെ ചോദിക്കാൻ ഒരു റീസൺ കൂടെ ഉണ്ടേ. കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പം അത് തുടക്കത്തിൽ എൻ്റെ അടുത്ത് പറയൂല. എൻ്റെ അടുത്ത് പറയണ്ടെന്ന് വിചാരിക്കുന്നതായിരിക്കും. കാരണം ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം, വലിയ പുള്ളിയാണ് എന്നുള്ള സംഭവമാണ്.
പക്ഷെ അതിൽ പെട്ടിട്ട് ലാസ്റ്റ് വന്ന് കരഞ്ഞു പറയും. അപ്പൊ അതുകൊണ്ട് അടുത്തതിന് വല്ലതും ചെന്ന് ചാടിയോന്ന് അറിയാൻ വേണ്ടി നേരത്തെ കുറിച്ച് ചോദിക്കണയാണ്. അപ്പം ആ ഒരു കാര്യമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അല്ലാണ്ട് ഇഷ്ടമല്ല എന്ന് പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പം എനിക്ക് ചില കാര്യം എന്ന് പറയണ ഞാൻ റിപ്പീറ്റ് പറയേണ്ടി വരും. എടി എൻ്റെ ഫീലിങ്സ് ഇതാണ്, എടി ഞാൻ ഇതാണ് ഫീൽ ചെയ്യുന്നത്, എടി ഞാൻ എപ്പോഴും ഇങ്ങനെ. ഇപ്പം ഇവള് പറയും എടി നീ പുറത്തോട്ട് ഇറങ്ങ, നീ ഓക്കെ ആവും, നീ സെറ്റ് ആവും എന്ന് പറയുമ്പം എൻ്റെ മൈൻഡ് ആ സമയത്ത് അതുമായിട്ട് ഓക്കെ ആവൂല. നമ്മളിപ്പോൾ ഒരു സങ്കടത്തിരിക്കുമ്പം കുറച്ചിറങ്ങി റീൽസ് ഒക്കെ എടുക്കുക എന്ന് പറയുമ്പം നമ്മൾ ഓക്കെ ആവൂല. അപ്പോൾ എടി അതിനുള്ള ഒരു ഇതല്ല എന്ന് പറയുമ്പം അതേപോലെ ചില ഫീലിങ്സ് എനിക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം എനിക്ക് അത് വീണ്ടും റിപ്പീറ്റ് ആകുമ്പോൾ എനിക്ക് ഭ്രാന്ത് വരും. പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ പ്രശ്നങ്ങൾ യൂസ്ഡ് ആയതുകൊണ്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ യൂസ്ഡ് ആയി. എനിക്ക് ഓക്കെയാണ്. ഇപ്പൊ അവള് ചോദിച്ചാലും എനിക്ക് ഓക്കെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ആവണല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ. ഇപ്പൊ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്ത് എനിക്കിത് അറിയായിരുന്നു. അവൾ ആ ലെവലായി. എന്റെ വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ അവൾക്ക് ഇത് ഞാൻ നേരത്തെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇങ്ങനെ പറയും. ഇങ്ങനെ അടിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി നമ്മുടെ ഫീൽഡിൽ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ വരുമല്ലോ, അവിടെ ചെന്ന് മിണ്ടാതെ ഒരു മെൻഷൻ അങ്ങിട്ടിട്ടങ്ങ് പോകും. അതായത് റിയാലിറ്റിയിൽ കട്ട അടിയായിരിക്കും, അവിടെ ചെന്നിട്ട് ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള സാധനത്തിൽ പേരവിടെ ഇട്ടിട്ട് അവിടെ അങ്ങ് മുങ്ങും. അപ്പൊ പിന്നെ വന്ന് തിരിച്ച് അവിടെ അടി ഉണ്ടാക്കൂലല്ലോ, വന്ന് തിരിച്ച് നല്ലൊരു റിപ്ലൈയും കിട്ടും. പിന്നെ അത് വെച്ച് അങ്ങനെ ഞങ്ങൾ മുതലാക്കും. പിന്നെ 2 ദിവസത്തിനകത്ത് നമ്മുടെ ഫോട്ടോ വരും. പിന്നെ 3 ദിവസത്തിനകത്ത് നമ്മൾ മീറ്റ് ചെയ്തിരിക്കും. അതെ, കാരണം കണക്ട് ആയില്ല. ഇനി നമ്മൾ സമയം വൈകിക്കാൻ പാടില്ല. ഇനിയാണ് നമ്മളെ കളി. പിന്നെ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഈഗോ കാണിക്കാൻ നിൽക്കൂല. അതെ, അവള് വന്നല്ലോ, അപ്പൊ എന്താണ് മറ്റേ സൈഡിലും ഓക്കെ ആണ്, അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്ത് പോകും. പിന്നെ അല്ലാതെ പതിവായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്. എനിക്ക് അവൾക്ക് ഏകദേശം കുറെയൊക്കെ പാട്ടുകൾ സെയിം ആണ്. ആരാധിക സോങ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല തത്വം. കാരണം അതൊരു ഫ്രണ്ട്ഷിപ്പ് സോങ് ആണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ് ആയിട്ട് കണക്റ്റഡ് ആണല്ലോ. ഒരു സ്നേഹവും ഭയങ്കര പ്രതീക്ഷയാണ്. ആ ഒരു സോങ് എന്ന് പറയുന്നത് ഭയങ്കര പ്രതീക്ഷയാണ്. സോ ഈ ഒരു ബോണ്ട് പോകൂല എന്നുള്ള പ്രതീക്ഷ എനിക്ക് ആ ഒരു സോങ് കേൾക്കുമ്പോൾ തോന്നും. സോ ആരാധിക സോങ് ഞാൻ കേൾക്കും. അപ്പൊ കിഡ്നി ടച്ചിങ് ആയിരിക്കും. എനിക്ക് പിന്നെ പാടിയൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കേട്ടു. അപ്പൊ പല ബോഡി പാർട്ട് ടച്ചിങ് ആയിരിക്കും. അതെ.